I regard myself as a soldier, though a soldier of peace. I know the value of discipline and truth. I must ask you to believe me when I say that I have never made a statement of this description, that the masses of India, if it became necessary, would resort to violence. I regard myself as നമസ്കാരം. incapable. ബഹുമാന്യരായ അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയ സഹപാഠികളെ, മേപ്പയൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കോലായ വായനവേദിയും വിദ്യാരംഗം കലാവേദിയും സംഘടിപ്പിക്കുന്ന ഒരു പുസ്തകത്തിന്റെ മാന്ത്രിക സ്വാധീനം എന്ന പേരിലുള്ള ഒരു വിദ്യാലയം ഗാന്ധിജിയെ വായിക്കുന്നു എന്ന പരിപാടിയുടെ 9ാം ദിനമാണ് ഇന്ന്. നമുക്കറിയാം, വർത്തമാന കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ ചിന്തകളും ആശയങ്ങളും എത്രമാത്രം പ്രസക്തമാണെന്ന്. വായനാ ദിനത്തിന് ആരംഭിച്ച് ഒക്ടോബർ 2 വരെ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ ഇന്നേ വരെ നമ്മൾ ഗാന്ധിജിയുടെ ആത്മകഥയിലെ 8 ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞു. 9ാം ദിനമായ ഇന്ന് ഗാന്ധിജിയുടെ മൂല്യബോധങ്ങളും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കാൻ പോകുന്നത് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഗോപു സാറാണ്. സാമൂഹ്യ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ഗോപു സാറിനെ നമ്മോട് സംവദിക്കാൻ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. I regard myself as incapable in my lucid moments of making a statement of this character. മേപ്പയൂർ GVHSSലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഗാന്ധിയൻ മൂല്യങ്ങളും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ നിങ്ങളോട് സംവദിക്കാൻ സാധിക്കുന്നതിലുള്ള അതിയായ സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ. എൻ്റെ പ്രിയ സുഹൃത്ത് സുഭാഷ് വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി. കാരണം ഗാന്ധിജിയുടെ ആത്മകഥ ഒരു വിദ്യാലയം വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു വിദ്യാലയം ഗാന്ധിജിയുടെ ആത്മകഥ വായിക്കുന്നു എന്ന രീതിയിൽ ഏറ്റവും പ്രസക്തമായ ഒരു വ്യവഹാരത്തിലാണ് നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യവും മതേതരത്വവും ഒക്കെ വെല്ലുവിളി നേരിടുന്ന വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ ഗാന്ധിയെ നാം വീണ്ടും വീണ്ടും ഓർക്കേണ്ടതുണ്ട്, വായിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, സ്വാംശീകരിക്കേണ്ടതുണ്ട്. കാലത്തിൻ്റെ ഈ സവിശേഷമായ ആവശ്യകതയെ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ തലമുറയിൽപ്പെട്ട നിങ്ങൾ കൂട്ടായി നിന്ന് ഒരുമിച്ച് നിന്ന് ഗാന്ധിയെ അറിയാൻ നടത്തുന്ന ഈ ശ്രമം അതുകൊണ്ട് തന്നെ ഏറെ ശ്ലാഘനീയമാണ്. നമുക്കറിയാം, ഗാന്ധി എന്ന പേരിന്, ഗാന്ധി എന്ന ആശയത്തിന്, ഗാന്ധിസം എന്ന പ്രയോഗത്തിന് ഒരു കാലത്തും പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ചും വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ ജനാധിപത്യവും മതേതരത്വവും വലിയ വെല്ലുവിളി നേരിടുന്നുവെന്ന് നാം വിശ്വസിക്കുന്ന ഈ കാലത്ത്, ജനാധിപത്യത്തിന്റെ ചെലവിൽ ഫാസിസ്റ്റ് രീതിശാസ്ത്രങ്ങൾ ജനാധിപത്യത്തിന്റെ ഇടങ്ങളിലേക്ക് കടന്നു കയറുന്നുവെന്ന് നാം വിവലാതിപ്പെടുന്ന ഈ കാലത്ത് ഗാന്ധിയുടെ പുനർവായന ഏറെ പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നു. എന്ന് മാത്രമല്ല, ഗാന്ധി എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, അത് ജനാധിപത്യത്തിന്റെ പേരാണ്, മതേതരത്വത്തിന്റെ പേരാണ്, സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും പേരാണ്, അത് സത്യസന്ധതയുടെ പേരാണ്. ഇതെല്ലാം, ഈ മൂല്യങ്ങളെല്ലാം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന്, ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അങ്ങേയറ്റം ആവശ്യമായ ഘടകങ്ങളാണ്. അപ്പോൾ ഏറെ പ്രസക്തമായ ഒരു കാലത്താണ്, ഏറെ പ്രസക്തമായ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ വ്യവഹാരത്തിലൂടെ കടന്നു പോകുന്നത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, വിദ്യാർത്ഥികൾ ഗാന്ധിയെ ഏതു നിലയിൽ ഉൾക്കൊള്ളണം എന്നതിനെക്കുറിച്ച് ഏതാനും ചില സൂചനകൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. നോക്കുക, ഗാന്ധിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗാന്ധിയൻ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ആന്തരിക സ്ഥൈര്യത്തിന്റെ രീതിശാസ്ത്രമാണ്, ആത്മവിമർശനത്തിന്റെ രീതിശാസ്ത്രമാണ്. ഗാന്ധി ഉപയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയമായ പ്രയോഗങ്ങൾ, സത്യാഗ്രഹമാകട്ടെ, മൗനവ്രതമാകട്ടെ, അതുപോലെ തന്നെ സഹന സമരങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങളാവട്ടെ, ധർമ്മവും അഹിംസയും പോലുള്ള പ്രയോഗങ്ങളാവട്ടെ, അല്ലെങ്കിൽ ആശയഗതികളാവട്ടെ, ഇതെല്ലാം ആന്തരിക സ്ഥൈര്യവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്.
ആന്തരിക സ്ഥൈര്യമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ അതിലൂടെ മുന്നോട്ട് പോകാൻ കഴിയൂ, അത് പ്രയോഗിക്കാൻ കഴിയൂ. ഈ ആന്തരിക സ്ഥൈര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നിലപാടുകളാണ്. രാഷ്ട്രത്തെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ നാം പുലർത്തുന്ന നിലപാടുകൾ, നമ്മുടെ നിലപാട് തറകൾ, ആ നിലപാട് തറകളിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ആന്തരിക സ്ഥൈര്യത്തെ വെളിപ്പെടുത്തുന്ന ഘടകം. ഗാന്ധി പറയുന്നുണ്ട്, സ്വഭാവശുദ്ധിയുള്ള യോദ്ധാക്കളെ മാത്രം അണിനിരത്തി പരിശുദ്ധവും സത്യസന്ധവുമായ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള സമരമാണ് സത്യാഗ്രഹം എന്ന്. ഈ സ്വഭാവശുദ്ധി എന്ന് ഗാന്ധി വിവക്ഷിക്കുന്നത് നിലപാടുകളുടെ ശുദ്ധിയാണ്. ഈ നിലപാടുകളുടെ ശുദ്ധി എന്ന് പറയുന്നത് കേവലമായ ശുദ്ധി സങ്കല്പമല്ല, നിലപാടുകളുടെ ദാർഢ്യം, നിലപാടുകളിലുള്ള ഉറപ്പ്, അതുള്ള ആൾക്ക് മാത്രമേ ഗാന്ധിയൻ മൂല്യബോധത്തെ ആന്തരികമായി സ്വാംശീകരിക്കാൻ കഴിയും. അപ്പോൾ ആന്തരികമായ സ്ഥൈര്യം, ഇച്ഛാശക്തി, ആന്തരികമായ ബോധ്യം, ഇത് ഗാന്ധിയൻ മൂല്യങ്ങളുടെ അടിത്തറയായി നിൽക്കുന്ന ഘടകമാണ്. അതുപോലെ ആത്മവിമർശനം. ആത്മകഥയുടെ തുടക്കത്തിൽ ഗാന്ധിജി എഴുതുന്നുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, എന്നെപ്പോലെ നികൃഷ്ടനാര്, അതിൻ്റെ മുഖവരിയുടെ അവസാനത്തിലാണ് വരുന്നത്, എന്നെപ്പോലെ നികൃഷ്ടനാര്, നീചനും ദുഷ്ടനുമാര്, നന്ദി കെട്ടവനും വഞ്ചകനുമാര്, എൻ്റെ സൃഷ്ടാവിനെ കൈയൊഴിഞ്ഞവൻ ഞാൻ. ആത്മകഥയുടെ മുഖവരിയുടെ അവസാനം അദ്ദേഹം എഴുതുന്നതാണ്. ഈ ഒരു ആത്മവിമർശനത്തിന്റെ തലം അത് നിങ്ങൾക്ക് ഗാന്ധിജിയുടെ ആത്മകഥയിലുടനീളം കാണാം. നിങ്ങളത് വായിക്കുമ്പോൾ മനസ്സിലാകും. അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ, ആ പ്രത്യേക പ്രായത്തിൽ തനിക്ക് ഭാര്യയോട് തോന്നിയ ജൈവികമായ ചില വാസനകൾ, കാമം, ഇതൊക്കെ അവസാന നിമിഷത്തിൽ അച്ഛൻ്റെ അടുത്തിരിക്കുന്നതിൽ നിന്ന് തന്നെ തടഞ്ഞതിനെ കുറിച്ച് ഗാന്ധി എഴുതുന്നുണ്ട്. ഇങ്ങനെ അങ്ങേയറ്റം സത്യസന്ധമായി, ഒരുപക്ഷെ അപകടകരമാം വിധം സത്യസന്ധമായി, ഡേഞ്ചറസ്ലി ഹോണസ്റ്റായി തൻ്റെ ജീവിതത്തെ നോക്കിക്കാണാനുള്ള ആത്മവിമർശന ശേഷി ഗാന്ധിയൻ മൂല്യങ്ങളുടെ അടിത്തറയായി വർത്തിക്കുന്ന മറ്റൊരു ഘടകമാണ്. ഈ രണ്ട് ബോധ്യങ്ങളില്ലാതെ, ഈ രണ്ട് ഘടകങ്ങളില്ലാതെ നിങ്ങൾക്ക് ഗാന്ധിയെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഗാന്ധിയൻ ഐഡിയോളജികളെ, ഗാന്ധിയൻ മൂല്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കാൻ കഴിയില്ല. അതിലൊന്ന് ആന്തരിക സ്ഥൈര്യം എന്ന നിലപാടുകളിലെ ദാർഢ്യമാണെങ്കിൽ മറ്റൊന്ന് ആത്മവിമർശനം എന്ന സ്വയം നവീകരണ പ്രക്രിയയാണ്. ഈ രണ്ട് ഘടകങ്ങളിലൂടെയാണ് നമുക്ക് ഗാന്ധിജിയിലേക്ക് വരാൻ കഴിയുക. നിങ്ങൾ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ ഗാന്ധിയൻ മൂല്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കടന്നു പോകേണ്ട ചില ഘടകങ്ങളിലൂടെ ഒന്ന് സംസാരിച്ചു പോകാം. നോക്കുക, ഗാന്ധി മതത്തെക്കുറിച്ച് പറയുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് മതപരവും മതേതരവുമായ കാഴ്ചപ്പാട് ഗാന്ധിജിക്കുണ്ടായിരുന്നു. ഇന്ത്യ ഒരു മതരാഷ്ട്രമാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടേയില്ല. പക്ഷെ മതം എന്ന യാഥാർത്ഥ്യത്തെ മാറ്റി നിർത്താൻ സാധിക്കില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തികച്ചും കൃത്യമായൊരു മതേതര ബോധ്യം ഗാന്ധിജിക്കുണ്ടായിരുന്നു. നമുക്കറിയാം, അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഹിന്ദു ഗീത വായിക്കുന്നതിനൊപ്പം ഖുറാനും ബൈബിളും വായിക്കണം, ഒരു ക്രിസ്ത്യാനി ബൈബിൾ വായിക്കുന്നതിനൊപ്പം ഗീതയും ഖുറാനും വായിക്കണം, ഒരു മുസൽമാൻ ഖുറാൻ വായിക്കുന്നതിനൊപ്പം ഗീതയും ബൈബിളും വായിക്കണം എന്ന് ഗാന്ധി പറയുന്നുണ്ട്. അപ്പോൾ മതം എന്ന യാഥാർത്ഥ്യത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ തിരിച്ചറിയുകയും അതിനെ മതരാഷ്ട്രവാദമായി അപകടപ്പെട്ടു പോകാത്ത വിധം മതേതരമായി ഇന്ത്യയെ നിലനിർത്തുന്നതിന്റെ പ്രസക്തി മനസ്സിലാക്കുകയും ചെയ്തതാണ് ഗാന്ധി. ഞാൻ പറഞ്ഞു വരുന്നത്, ഗാന്ധി മുന്നോട്ട് വെച്ച ചില സങ്കല്പങ്ങൾ ഇന്ന് തെറ്റായി ഇന്ത്യയിൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില ഘടകങ്ങളെ ഗാന്ധി എങ്ങനെയാണ് നോക്കിക്കേണ്ടത് എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുവഴിയാണ് ഗാന്ധിയൻ മൂല്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മതം. അപ്പോൾ മതപരമായ ഘടകങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ തന്നെ എത്രമേൽ മതേതരമായി ഇന്ത്യ നിലനിൽക്കണമെന്ന് ഗാന്ധിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ മതേതരത്വത്തെ നാം സംശീകരിക്കേണ്ടതുണ്ട്. മതേതരത്വം എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം എന്ന കേവലമായ ഭരണഘടനയിലെ വാക്യത്തിലോ കേവലമായ മുദ്രാവാക്യത്തിലോ മാത്രം ഒതുങ്ങരുത്. അത് നമ്മുടെ വിശ്വാസങ്ങൾ പോലെ പ്രധാനപ്പെട്ടതാണ് മറ്റൊരാളുടെ വിശ്വാസവും എന്ന സാംസ്കാരികമായ ബോധ്യമാണ്. ജനാധിപത്യം ഒരു സംസ്കാരമാണ് എന്ന് നാം പറയും.
അത് തെരഞ്ഞെടുപ്പിലൂടെ ഏതെങ്കിലും മുന്നണിയെ അധികാരത്തിലെത്തിക്കുന്ന ഒരു പ്രക്രിയയുടെ പേരല്ല, മറിച്ച് ആ പേര് മാത്രമല്ല, മറിച്ച് അതൊരു സംസ്കാരമാണ്. അതുപോലെ മതേതരത്വം എന്ന് നാം പറയുന്നത് ഒരു സാംസ്കാരികമായ ഘടകമായി നാം സംശീകരിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നാം ആഘോഷങ്ങൾ പൊതുവിടങ്ങളിൽ സംഘടിപ്പിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, മതത്തിന്റെ വിശ്വാസപരമായ ഘടകങ്ങൾ നാം നമ്മുടെ പോക്കറ്റിലിട്ട് നടക്കേണ്ടതാണ് എന്നുള്ളത്. വിശ്വാസപരമായി നിങ്ങൾ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ പാഴ്സിയോ ജൈനോ ഒക്കെ ആവട്ടെ, വിശ്വാസപരമായ ഘടകങ്ങൾ, നിങ്ങളുടെ ആരാധനകൾ, ഇതെല്ലാം നിങ്ങളുടെ പോക്കറ്റിലിട്ട് നടക്കുക. അത് പൊതുവിടങ്ങളിലെടുത്ത് പ്രയോഗിക്കേണ്ടതല്ല, അത് രാഷ്ട്രീയവുമായി ഇഴചേർക്കേണ്ടതല്ല, മറിച്ച് മതവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുണ്ട്. ഓണമോ ക്രിസ്തുമസോ പെരുന്നാളോ, ഈ ആഘോഷങ്ങളെ നാം പൊതുവിടങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അവിടെ മാനവികതയുടെ പുതിയ കൂട്ടായ്മ രൂപപ്പെടുത്താൻ ഈ ആഘോഷങ്ങൾക്ക് സാധിക്കും. പൊതുവിടങ്ങളിലേക്ക് മാത്രമല്ല, നാം ഇപ്പോൾ കലാലയങ്ങളിലും ക്ലബ്ബുകളിലും വായനശാലകളിലും മറ്റ് സാംസ്കാരിക കൂട്ടായ്മകളിലുമൊക്കെ ഇത്തരം ആഘോഷങ്ങൾ, മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമായ ആഘോഷങ്ങൾ കൊണ്ടാടാറുണ്ട്. പൊതുവിടങ്ങളിൽ മാത്രമല്ല, ഈ ആഘോഷങ്ങളെ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ കൂടി നമുക്ക് കഴിയണം. നമുക്ക് ഈ ആഘോഷങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഹിന്ദുവിന് ബീഫും അല്ലെങ്കിൽ ഇറച്ചിയും ഒക്കെ ഉണ്ടാക്കാൻ വിശ്വാസപരമായ പ്രയാസമുള്ള ഒരു ഹിന്ദു ഉണ്ട് എങ്കിൽ ആ ഹിന്ദുവിന് സദ്യ കഴിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാം. ഒരു മുസൽമാന് ബീഫും ബിരിയാണിയും ഒക്കെ കഴിച്ചുകൊണ്ട് ഓണം ആഘോഷിക്കാം. ക്രിസ്തുമസിന് നമ്മളുടെ വീടിന് മുന്നിൽ ഒരു നക്ഷത്ര വിളക്കെങ്കിലും നമുക്ക് തൂക്കാം. ഇങ്ങനെ നിങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ വീടുകളിലേക്ക് കൂടി എല്ലാവിധ ആഘോഷങ്ങളെയും കൊണ്ടുപോകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ ഗാന്ധിയൻ മതേതരത്വത്തിന്റെ മൂല്യങ്ങളെ നാം ഉൾക്കൊള്ളുന്നുവെങ്കിൽ മതവിശ്വാസത്തെ നാം നമ്മുടെ പോക്കറ്റിലിട്ട്, എന്ന് വെച്ചാൽ തികച്ചും സ്വകാര്യമായി സൂക്ഷിക്കുകയും വിശ്വാസത്തിന്റെ ഭാഗമായ ആഘോഷങ്ങളെ പൊതുവിടങ്ങളിലേക്കും വീടുകളിലേക്കും മാനവികതയുടെ പുതിയ ഊർജം പ്രസരിപ്പിക്കുന്ന രീതിയിൽ വികസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വിശ്വാസം നിങ്ങളുടെ കയ്യിലിരുന്നോട്ടെ, പക്ഷെ ആ വിശ്വാസത്തിന്റെ പേരിൽ, ആഘോഷത്തിന്റെ പേരിൽ മനുഷ്യനെ ഒന്നിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒന്നിപ്പിക്കാൻ ശ്രമിക്കണം. അതാണ് പൊതുവിടങ്ങളിലെ ആഘോഷങ്ങളുടെ പ്രസക്തി. ഒപ്പം ഇവിടെ ഓണമുണ്ട്, ഇവിടെ പെരുന്നാളുണ്ട്, ക്രിസ്തുമസ് ഉണ്ട്, ഏതെങ്കിലും ഒന്ന് മാത്രമല്ല ഉള്ളത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വരും തലമുറകളെ ബോധ്യപ്പെടുത്താനൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മക്കളുണ്ട്, എൻ്റെ മക്കൾക്ക് മനസ്സിലാകാൻ, നിങ്ങൾ പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഓണവും പെരുന്നാളും വിഷുവും എല്ലാം കടന്നു വരുമ്പോൾ അത് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന സാംസ്കാരിക സമന്വയത്തിന്റെ അന്തരീക്ഷമുണ്ട്. അത് രൂപപ്പെടുത്താൻ തീർച്ചയായും അത്തരം ബോധ്യങ്ങളിലേക്ക് നാം കടന്നു പോകേണ്ടതുണ്ട്. ഗാന്ധി വിഭാവനം ചെയ്ത മതേതരത്വത്തിന്റെ അടിത്തറ ഈ രീതിയിലുള്ള സാംസ്കാരിക സമന്വയത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് മതരഹിതമായ രാഷ്ട്രത്തെക്കുറിച്ച് ഗാന്ധി ആലോചിച്ചില്ല. മതമെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മതേതരമായ, ഒരു മതത്തിനും അധികാരത്തിൽ നിർണായകമായ ഒരു ശക്തിയും നൽകാത്ത, എന്നാൽ എല്ലാ മതങ്ങൾക്കും ജീവിതത്തിൽ തുല്യമായ പ്രാതിനിധ്യവും അവകാശങ്ങളുമുള്ള ഇന്ത്യയാണ് ഗാന്ധി വിഭാവനം ചെയ്തത്. അപ്പം മതം എന്ന എലമെന്റിനെ ഗാന്ധി എങ്ങനെ കണ്ടു എന്നുള്ളത് നിങ്ങൾ കാണേണ്ടതാണ്. അതുപോലെ തന്നെ വിശ്വാസം, പ്രാർത്ഥന ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങളാണ് പുതിയ കാലത്ത്. വിശ്വാസത്തെക്കുറിച്ച് ഗാന്ധി പറയുന്നുണ്ട്, പ്രാർത്ഥനയെക്കുറിച്ച് ഗാന്ധി പറയുന്നുണ്ട്. പ്രക്ഷുബ്ധ കാലാവസ്ഥയിൽ വാടുന്ന മുഗ്ധപുഷ്പമല്ല അത്, പർവ്വതങ്ങളെ ഇളക്കിമറിക്കുന്ന, സമുദ്രത്തെ മറികടക്കുന്ന ആത്മീയ ശക്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതേ ഗാന്ധി തന്നെ പറയുന്നുണ്ട് പ്രാർത്ഥന യാചനയല്ല എന്ന് മാത്രമല്ല, നീതിപൂർവമായ പ്രവൃത്തിയാണ് പ്രാർത്ഥന എന്നും ഗാന്ധി പറയുന്നു. അപ്പൊ നോക്കുക, പ്രാർത്ഥനയുടെ വിശ്വാസത്തിന്റെ ശക്തിയെ ഗാന്ധി തിരിച്ചറിഞ്ഞിരുന്നു. അതേസമയം അത് യാചനയല്ല എന്നും അത് നീതിപൂർവമായ പ്രവൃത്തിയാണ് എന്നും പറയുമ്പോൾ മനുഷ്യനെ കാണാത്ത, മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കാത്ത സ്വാർത്ഥമായ യാചനകളുടെ പേരല്ല പ്രാർത്ഥന എന്നുകൂടി ഗാന്ധി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് നീതിപൂർവമായ പ്രവൃത്തിയാണ്. മനുഷ്യകുലത്തിനാകെ, ജീവികുലത്തിനാകെ വേണ്ടി നാം നടത്തുന്ന നീതിപൂർവമായ പ്രവൃത്തിയാണ് പ്രാർത്ഥന എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഗാന്ധി വിശ്വാസത്തെ കണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ദൈവത്തെ സംബന്ധിക്കുന്ന ഗാന്ധിയുടെ സങ്കല്പം, ആ സങ്കല്പത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ദൈവത്തിൽ നിന്ന് അകറ്റുന്ന വിദ്യാഭ്യാസം
വിദ്യാഭ്യാസമല്ല എന്ന് വിശ്വസിച്ച ഗാന്ധി തന്നെയാണ് സേവനമാണ് ദൈവം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ, അല്ലെങ്കിൽ സേവനമാണ് മോക്ഷത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞത്. അതുപോലെ സാധുക്കളുടെ മുന്നിൽ അന്നമാണ് ദൈവം എന്ന് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. സാധുക്കളുടെ മുന്നിൽ ഭക്ഷണമാണ് ദൈവം എന്ന് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന വിദ്യാഭ്യാസം ഗുണപരമായ വിദ്യാഭ്യാസമല്ല എന്ന് വിശ്വസിച്ച ഗാന്ധി തന്നെയാണ് വിശക്കുന്നവന്റെ മുന്നിൽ, അല്ലെങ്കിൽ സാധുക്കളുടെ മുന്നിൽ ഭക്ഷണമാണ് അന്നം എന്ന് പറഞ്ഞത്, സേവനമാണ് മോക്ഷത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞത്. അപ്പൊ ഗാന്ധിയെ സംബന്ധിച്ച് ദൈവം കേവലമായ അർത്ഥത്തിലുള്ള ഒന്നായിരുന്നില്ല, അല്ലെങ്കിൽ വളരെ റിജിഡായ ഒന്നായിരുന്നില്ല. മറിച്ചത് സേവനത്തിലും സത്യസന്ധതയിലും മൂല്യബോധങ്ങളിലും അധിഷ്ഠിതമായ ഒരു സങ്കല്പമായിരുന്നു. അങ്ങനെയാണ് ഗാന്ധി ദൈവത്തെ കണ്ടത്. അതുകൊണ്ടാണ് സേവനമാണ് മോക്ഷത്തിലേക്കുള്ള മാർഗം എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്ന് മാത്രമല്ല, സാധുക്കളുടെ മുന്നിൽ ഭക്ഷണമാണ് ഈശ്വരൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ നോക്കുക, മതത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച്, ദൈവസങ്കല്പത്തെക്കുറിച്ച് ഗാന്ധി മുന്നോട്ട് വെച്ച ദർശനങ്ങൾ എത്രമേൽ മാനവികമാണ്. അത് ഒരിക്കലും വിഭാഗീയമായി ഇതിന്റെ മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ അല്ലെങ്കിൽ ദൈവസങ്കല്പത്തിന്റെയോ പേരിൽ വിഭാഗീയമായി ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കാത്തതാണ്. മറിച്ച് മാനവികതയുടെ വിശാലമായ കൊടിക്കീഴിൽ മനുഷ്യനെ അണിനിരത്താൻ പര്യാപ്തവുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ഗാന്ധി മുന്നോട്ട് വെച്ച രാഷ്ട്രസങ്കല്പം, സങ്കുചിതമായ രാഷ്ട്രസങ്കല്പത്തിൽ, ദേശരാഷ്ട്രസങ്കല്പത്തിൽ അദ്ദേഹത്തിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. സങ്കുചിതമായ ദേശരാഷ്ട്രവാദങ്ങളും ദേശീയതയും മനുഷ്യനെ രാജ്യദ്രോഹിയാക്കുന്ന, പൗരനെ രാജ്യദ്രോഹിയാക്കി തുറങ്കിൽ അടയ്ക്കുന്ന കാലത്ത് സങ്കുചിതമായ ദേശരാഷ്ട്രവാദത്തിൽ എനിക്ക് താല്പര്യമില്ല എന്ന് തുറന്നു പറഞ്ഞ ഗാന്ധി നമുക്ക് മാർഗമാകേണ്ടതുണ്ട്, നമുക്ക് വഴികാട്ടേണ്ടതുണ്ട് എന്നുകൂടി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക. ഇനി വിദ്യാഭ്യാസത്തിലേക്ക് വന്നുകൊണ്ട് അവസാനിപ്പിക്കാം. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗാന്ധിക്ക് കൃത്യമായ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, നമുക്കറിയാം. അത് വിദ്യാർത്ഥികൾ മാതൃകയായി കാണേണ്ടതാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ സ്വാംശീകരിക്കേണ്ടതാണ്. വിദ്യാഭ്യാസം സ്വഭാവ നിർമ്മാണത്തിനുള്ളതാവണമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. സ്വഭാവ നിർമ്മാണത്തിനുള്ള ശാലകളാണ് വിദ്യാലയങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്വഭാവ നിർമ്മാണത്തിനുള്ള ശാലകൾ, ബിരുദങ്ങൾ നേടാനുള്ള ശാലകളല്ല, അറിവ് നേടാനുള്ളത് മാത്രമല്ല, മറിച്ച് ഈ ബിരുദങ്ങളും അറിവുകളും ഒക്കെ മനുഷ്യന് പ്രയോജനപ്പെടണമെങ്കിൽ സ്വഭാവ നിർമ്മിതി കൂടി നടക്കണം. ആ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ വളരെ യാഥാസ്ഥിതികമായ അർത്ഥത്തിൽ പറയുന്ന, വ്യവസ്ഥയ്ക്ക് കീഴടങ്ങി നിൽക്കുന്ന അച്ചടക്കത്തിന്റെ രീതിശാസ്ത്രം മാത്രം പ്രയോഗിക്കുന്ന സ്വഭാവത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ആ രീതിശാസ്ത്രം മാത്രം സംശീകരിക്കുന്ന സ്വഭാവത്തെക്കുറിച്ചല്ല. മറിച്ച് ഗാന്ധി കാണുന്നത് സാമൂഹിക ബോധം എന്ന അർത്ഥത്തിലാണ്. സാമൂഹികവും രാഷ്ട്രീയവുമായ ബോധ്യം ഉള്ളവരായി ഒരു ജനസമൂഹം വളർന്നു വരണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അവിടെ മികച്ച സ്വഭാവമുള്ളവരെ സൃഷ്ടിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അനീതിക്കും അക്രമത്തിനുമെതിരെ ശബ്ദിക്കുന്നവരെ, അഹിംസ ഉയർത്തിപ്പിടിക്കുന്നവരെ, സത്യസന്ധരെ, മൂല്യബോധമുള്ളവരെ, സഹജീവികളോട് കരുണയുള്ളവരെ സൃഷ്ടിക്കുന്ന ശാലകളാവണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നാണ്. അത് കലാലയമാകട്ടെ, വിദ്യാലയമാകട്ടെ. കാരണം മനുഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തായിട്ടും ഒരു കാര്യമില്ല. മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും വാർഡ് മെമ്പറായാലും മന്ത്രിയായാലും ഒക്കെ, അല്ലെങ്കിൽ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും അധ്യാപകനായാലും ഒക്കെ മനുഷ്യനാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മനുഷ്യനായില്ലെങ്കിൽ പിന്നെ മറ്റെന്തായിട്ടും കാര്യമില്ല. അതുകൊണ്ട് സമൂഹത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. ഈ മനുഷ്യനാവുക എന്ന പ്രക്രിയ, അതാണ് സ്വഭാവ നിർമ്മിതി എന്നുള്ളത് കൊണ്ട് ഗാന്ധി ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഹൃദയ നവീകരണത്തിലുള്ള, എന്ന് വെച്ചാൽ മാനസിക നവീകരണത്തിലുള്ള ഉപാധിയായാണ് ഗാന്ധി കണ്ടത്. ഹൃദയത്തെയാണ് രൂപപ്പെടുത്തേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഹൃദയം എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിനെയാണ് രൂപപ്പെടുത്തേണ്ടത്. വിദ്യാഭ്യാസം രൂപപ്പെടുത്തേണ്ടത് മനസ്സിനെയാണ്. അത് നമ്മുടെ ചിന്തയെയും ബുദ്ധിയെയും മാത്രം വികസിപ്പിച്ചാൽ പോരാ, മറിച്ച് മനുഷ്യനെ രൂപപ്പെടുത്തണം. ഒരാൾ പട്ടിണി കിടക്കുമ്പോൾ ആ പട്ടിണി കിടക്കുന്നവൾക്ക് അന്നം കൊടുക്കേണ്ടതിനെ കുറിച്ച് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ തനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിന്റെ ദൈന്യതകളും നിലവിളികളും കേൾക്കുന്ന, അത് ഒടുങ്ങാതെ തനിക്ക് സ്വസ്ഥതയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഗാന്ധി സ്വപ്നം കണ്ടത്. ആ സമൂഹത്തെയാണ് ഗാന്ധി സ്വപ്നം കണ്ടത്. അതാണ് ഹൃദയത്തെയാണ് രൂപപ്പെടുത്തേണ്ടത്, മനസ്സിനെയാണ് വിദ്യാഭ്യാസം രൂപപ്പെടുത്തേണ്ടത് എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം അതാണ്. ഈ മനസ്സ് രൂപപ്പെട്ടില്ലെങ്കിൽ ഈ അവകാശങ്ങളൊക്കെ എനിക്ക് മാത്രമുള്ളതാണ് എന്ന ബോധ്യമല്ല, ഇതൊക്കെ എല്ലാവർക്കും വേണ്ടേ എന്ന ബോധ്യമാണ് നമ്മെ നയിക്കേണ്ടത്.
ആ രീതിയിലാണ് നമ്മുടെ മനസ്സ് രൂപപ്പെടേണ്ടത്. അത്തരത്തിലുള്ള മാനസികമായ നിർമ്മാണ പ്രക്രിയ കൂടിയാണ് വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകേണ്ടത്. പിന്നെ സ്വയം പഠനത്തിന് അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സ്വയം പഠനം, സ്പൂൺ ഫീഡിങ് അല്ല, എല്ലാം ഇങ്ങനെ നേരിട്ട് വായിലേക്ക് ഒഴിച്ചു തരുന്ന സവിശേഷമായ ഒരു കൊളോണിയൽ പദ്ധതിയല്ല വിദ്യാഭ്യാസം. മറിച്ചത് സ്വയം പഠനത്തിന്റെ മാർഗമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്വാധീനത്താൽ നടക്കേണ്ട ഒരു പ്രക്രിയ അല്ലത്. മറിച്ച് സ്വയം പഠനത്തിന്റെ, സ്വയം ചിന്തയുടെ, സ്വയം ആർജനത്തിന്റെ ഒരു പ്രക്രിയയായിട്ടാണ് വിദ്യാഭ്യാസത്തെ അദ്ദേഹം കാണുന്നത്. അതുകൊണ്ടാണ് സ്വയം തൊഴിൽ എന്ന സങ്കല്പവും അദ്ദേഹം അതിനോട് ചേർത്ത് വെക്കുന്നുണ്ട്. തൊഴിൽ പഠനം എന്ന സങ്കല്പം ചേർത്ത് വെക്കുന്നുണ്ട്. നിങ്ങളുടെ ഇതൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്, നിങ്ങൾക്കത് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പൊ സ്വയം തൊഴിൽ എന്ന സങ്കല്പത്തെ, തൊഴിൽ പഠനം എന്ന സങ്കല്പത്തെ, സ്വയം പഠനം എന്ന സങ്കല്പത്തെ സമന്വയിപ്പിക്കുന്നതാണ് ഗാന്ധിയുടെ വിദ്യാഭ്യാസ സങ്കല്പം. ഒരുപക്ഷെ ബിരുദ സർട്ടിഫിക്കറ്റുകളുടെ മാത്രം സ്വന്തക്കാരായി, അല്ലെങ്കിൽ അതിൻ്റെ മാത്രം അവകാശികളായി, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നിലയിൽ അറിവിൻ്റെ മാത്രം ശേഖരമായി വിദ്യാർത്ഥികളെ പടച്ചുവിടാൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കാണേണ്ട ഒരു കാര്യം, അറിവിനെ തിരിച്ചറിവാക്കി വികസിപ്പിക്കുന്ന, അറിവിനെ സാമൂഹ്യ സേവനമാക്കി വികസിപ്പിക്കുന്ന, പഠനത്തെ സ്വയം പഠനമായും തൊഴിൽ പഠനമായും വികസിപ്പിക്കുന്ന ഗാന്ധിയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം സമഗ്രമായ വ്യക്തിത്വ വികസനത്തിനുള്ള ഉപാധിയാകണം എന്ന് ഗാന്ധി പറഞ്ഞു. ഈ നിലയിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, മതത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച്, മതേതരത്വത്തെക്കുറിച്ച് ഗാന്ധി ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പുതിയ കാലത്തിന്റെ വെളിച്ചത്തിൽ വായിക്കുവാനും വിമർശനാത്മകമായി മനസ്സിലാക്കാനും നാം ശ്രമിക്കണം. ഗാന്ധി പറഞ്ഞതെല്ലാം അതേപടി നിങ്ങൾ സ്വീകരിക്കണമെന്നില്ല. പുതിയ കാലത്തിന്റെ വെളിച്ചത്തെ നമുക്കതിനെ വിമർശിക്കാം, പൂരിപ്പിക്കാം, യോജിക്കാം ഒക്കെ ചെയ്യാം. ഗാന്ധിയെ എപ്പോഴും നാം വായിക്കേണ്ടത് വിമർശനാത്മകമായി തന്നെയാണ്. ഗാന്ധി ഏറെ ഇഷ്ടപ്പെട്ടതും അത് തന്നെയാണ്. ഗാന്ധിയെ നിങ്ങൾ കേട്ടപാട് വിഴുങ്ങണം എന്ന് ഞാൻ പറയില്ല, മറിച്ച് ഗാന്ധിയെ വിമർശനാത്മകമായി തന്നെ വായിക്കണം. വിമർശനാത്മകമായി വായിക്കുമ്പോൾ ഗാന്ധിയൻ ഐഡിയോളജി കൂടുതൽ നവീകരിക്കപ്പെടും, നിങ്ങൾ സ്വയം നവീകരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ പുതിയ കാലത്തിന്റെ വെളിച്ചത്തിൽ ഗാന്ധിയെ വായിച്ചുകൊണ്ട് കൂട്ടിച്ചേർക്കേണ്ടതിനെ കൂട്ടിച്ചേർത്തും, വിയോജിക്കേണ്ടതിനോട് വിയോജിച്ചും, സ്വാംശീകരിക്കേണ്ടതിനെ സ്വാംശീകരിച്ചും, വിമർശിക്കേണ്ടതിനെ വിമർശിച്ചും, നവീകരിക്കേണ്ടതിനെ നവീകരിച്ചും നാം ഗാന്ധിയെ സ്വായത്തമാക്കേണ്ടതുണ്ട്. കാരണം ഗാന്ധി ഒരു ബദൽ രീതിശാസ്ത്രമാണ്. ഈ കോർപ്പറേറ്റ് ഭരണത്തിന്റെ കാലത്ത്, കോർപ്പറേറ്റ് ആധിപത്യത്തിന്റെ കാലത്ത്, അല്ലെങ്കിൽ നവ സാംസ്കാരിക അധിനിവേശത്തിന്റെ കാലത്ത് ഇന്ത്യക്ക്, ഭാരതത്തിന് ഉയർത്തിപ്പിടിക്കാവുന്ന ബദൽ ചിന്താ പദ്ധതിയാണ്, ബദൽ പ്രായോഗിക പദ്ധതിയാണ് ഗാന്ധി. അത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ജാതി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ വർഗീയ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ജനാധിപത്യ സംരക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും, മാനവികതയിലൂന്നിയ ചിന്താധാരകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഭാരതത്തിന്റെ ആത്മാവ് കാത്തു സൂക്ഷിക്കുന്ന വിധത്തിൽ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ബദൽ ചിന്താ പദ്ധതിയാണ്, ബദൽ രാഷ്ട്രീയ പദ്ധതിയാണ് ഗാന്ധി എന്ന ബോധ്യത്തോടെ ഗാന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നാം നവീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ, നാം സ്വയം നവീകരണത്തിന് വിധേയമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഗാന്ധിയെ വിമർശിച്ചുകൊണ്ടും സ്വയം വിമർശിച്ചുകൊണ്ടും ഗാന്ധിയൻ ആശയഗതികളെ നിങ്ങൾ വിദ്യാർത്ഥികൾ വിമർശനാത്മകമായും ഒപ്പം സ്വയം നവീകരണത്തിലുള്ള ഉപാധിയായും കണ്ടുകൊണ്ട് അതിനെ സംശീകരിക്കേണ്ടതുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, യോജിക്കേണ്ടതിനോട് യോജിച്ചും, വിയോജിക്കേണ്ടതിനോട് വിയോജിച്ചും, കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർത്തും, സ്വാംശീകരിക്കേണ്ടത് സ്വാംശീകരിച്ചും, തികച്ചും ജനാധിപത്യപരമായ ഒരു യാത്ര ഗാന്ധിയിലൂടെ നടത്തിയാൽ തീർച്ചയായും വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നിങ്ങൾ എന്ന് മാത്രമല്ല ഏത് മനുഷ്യനും സ്വയം നവീകരിക്കപ്പെടും. പുതിയ ഇന്ത്യയുടെ, പുതിയ കാലത്തിന്റെ, പുതിയ ലോകത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഗാന്ധിയെ അല്ലെങ്കിൽ ഗാന്ധിയൻ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് ഏറ്റവും ഗുണകരമായത് എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഗാന്ധിയെ വായിക്കാനുള്ള ഈ നിങ്ങളുടെ തീരുമാനത്തെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. I regard myself as incapable in my lucid moments of making a statement of this character.